രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. രാജ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ചൂട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ നടത്തുകയാണ്. ഇടുക്കിയിലെ വോട്ടർമാർക്ക് ഇടുക്കിയിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു അഭിപ്രായ സർവേ കൂടിയാണ് ഇടുക്കി ലൈവ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലൂടെയും ഇടുക്കി ലൈവ് ഒരു യാത്ര നടത്തുകയാണ്. ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ. ഇപ്പോൾ നമ്മളുള്ളത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ പരിസരത്താണുള്ളത്. ഈ പരിസരത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ഡീൻ കുര്യാക്കോസിൻ്റെ കൂടെ. അങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ല, എന്നാലും ഡീൻ കുര്യാക്കോസ് ആയിരിക്കും ജയിക്കുന്നത്. ഇടുക്കി ജോസ് ജോർജിനൊപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജോസ് ജോർജിൻ്റെ പ്രവർത്തനം, പിന്നെ പിണറായി വിജയൻ കാര്യം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും ആദ്യത്തെ 5 കൊല്ലം മികച്ച രീതിയിൽ ഭരിച്ചു. പിന്നീട് ഇച്ചിരി പ്രശ്നങ്ങൾ വന്നെങ്കിലും അതിനെ തരണം ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ്റെ ഒരു കേസേ ഉള്ളൂ, അതും കൊടുക്കുമെന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരാൾ ആദ്യം കൂടി ഒരു വെച്ചുണ്ടായി, അതിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരാങ്കുവെച്ച് രണ്ടാമത് വേറൊന്നുമില്ല, അവർ കൂടി ഒരു വെച്ചുണ്ടായി. ഇവർ രണ്ടുപേരും വഴക്കൂടി ചേട്ടാ നിങ്ങളുടെ പിള്ളേരും ഞങ്ങളുടെ പിള്ളേരും നമ്മുടെ പിള്ളേരെ തല്ലുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇടതും വലതും ഒന്നിച്ചു കൂടുമ്പോൾ ഒന്നിച്ചു കൂടും. രണ്ട് കേന്ദ്രത്തെ കുറ്റം പറയും, ഒരു കാര്യമൊന്നും നടക്കുകയില്ല. രണ്ടുപേരും നമ്മുടെ അനുഭവം. അല്ല, രണ്ടു കൂടി പിള്ളേർ തമ്മിൽ അടികൂടുമ്പം നമ്മൾക്കുണ്ടായ പിള്ളേർ പോലും നമ്മളെ തല്ലുന്നു എന്നൊരവസ്ഥ വരും. ഈ സ്ഥിതിയാണ്. അതിനെ ഇനിയും മാറി ചിന്തിക്കേണ്ട സമയമായി. ആ രീതിയിലാണ് ഞാൻ വർത്താനം പറയും, വേറെ ഒന്നുമല്ല. ഇടുക്കി മിക്കവാറും ഡീൻ കുര്യാക്കോസ് ആയിരിക്കാം സാധ്യത. അല്ലെങ്കിൽ രണ്ടാമത്തെ മറ്റേ BJPയുടെ സ്ഥാനാർത്ഥി സംഗീത വിശ്വാസം. മറ്റൊക്കെ കാറ്റിൽ പോക്കാം. പുള്ളി ആദ്യം കയറിയിട്ട് 250 ഏക്കർ സ്ഥലം പിടിക്കുകയാണ്. പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്ത് പറയാൻ പറ്റും? അങ്ങനെയൊന്നും ഒരു അഭിപ്രായം പറയാൻ മാത്രം നമ്മളാളല്ല. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? ജോയ്സ്. എവിടെ പോയത്? ഞാൻ ആശുപത്രി പോയി ഇപ്പം സ്റ്റാൻഡിൽ അടുത്ത ബസ് നോക്കി നിൽക്കുക. വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. ആർക്ക് ചെയ്യണം എന്നുള്ളതാ. അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വോട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് പറയാതെ അറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മുഴുവൻ. ആർക്കും നമുക്ക് വിശ്വസിച്ചൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ വിശ്വസിക്കുന്ന പലരും ചെയ്യുന്ന വഞ്ചനയോ ശരിയല്ലേ? അതിപ്പോൾ ആര് ചോദിച്ചാലും നല്ലതല്ലേ? എല്ലാവരും നല്ല ആൾക്കാരാണ്. അപ്പോൾ ആര് ചോദിച്ചാലല്ല, ഏറ്റവും കൂടുതൽ ആര് ചോദിച്ചാലും നല്ലതാണ്. ആര് ചോദിച്ചാലും നമുക്ക് കണക്കാ. പെൻഷനൊക്കെ കിട്ടിയിട്ട് എത്ര വർഷമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഇപ്പോൾ ചാഴികാട്ട് പോയി 10,000-2000 രൂപയുടെ മരുന്നും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ 5-6 മാസമായി പൈസ കിട്ടിയിട്ട്. നമ്മൾ പിന്നെ അയൽക്കാരോടും നാട്ടുകാരോടും എല്ലാം ഇരന്നും പെറുക്കി ഇങ്ങനെ നടന്ന് മരുന്ന് വാങ്ങിക്കുക. പിന്നെ ഡോക്ടർമാരാണെങ്കിലും അവർ കരുണയുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കുറേയൊക്കെ ഒരു ഇത് ഇളവ് ചെയ്ത് തരും. പിന്നെ എന്തിനാ കൊച്ചേ വോട്ട് ചെയ്യുന്നേ? അത്രേ ഉള്ളൂ. ഇനി അഥവാ ചെയ്യുന്നുണ്ടെങ്കിലും വോട്ട് കൊടുക്കുകയാണെങ്കിൽ UDPന് കൊടുക്കുകയുള്ളൂ. ആർക്ക് കൊടുക്കണമെന്ന് നമ്മളങ്ങനെ തീരുമാനിക്കുക. ഇവർക്ക് ഏതായാലും ഇല്ല, എന്നെ ചെയ്താലും വേണ്ടില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന, എന്നിട്ട് ഇപ്പോൾ എപ്പോൾ ചെന്നാലും പെൻഷനില്ല. ഇന്ന് ഞാൻ ബാങ്കിൽ ചെന്നേച്ച് വന്നാൽ അതാണ് കളി. പിന്നെ അവർക്കൊന്നും വോട്ട് കൊടുക്കില്ല എന്നാ പറഞ്ഞാൽ. കാര്യം എൻ്റെ മകനൊക്കെ ഈ മറ്റേ എന്നതാ CPMൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. അവനൊക്കെ ഞാൻ വോട്ട് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവനൊക്കെ എന്നെ തല്ലുമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ നിൽക്കും അവനൊക്കെ. പക്ഷേ ഞാൻ കുടിക്കുകയില്ല, ഞാനും കുടിക്കുകയില്ല, എൻ്റെ കിട്ടിയും കുടിക്കുകയില്ല. അതിന് നടക്കാൻ പോലും വയ്യാത്ത വീട്ടിൽ ഇരിക്കുക. ഇവരെന്നെ ഈ പെൻഷൻ തരാത്തെ. ഈ ലോകം മുഴുവൻ ചുറ്റി അടിക്കാൻ ആയൊക്കെ പൈസ ഉണ്ടല്ലോ. പിന്നെ നമ്മളെ കഷ്ടപ്പെടുത്തുക പാവങ്ങളെ ഇട്ടുകൊണ്ട്. അതില്ല, വോട്ട് അവർക്കില്ല.
അത് ഉറപ്പാണ് ആ അത്